They're in charge particle beam weapons. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ അതെ വടകരയിലെത്തി, ഞങ്ങളിത് ഫ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അതെ ഫ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് ഫ്ലൈയിങ് വീഡിയോ ആണ്, കംപ്ലീറ്റ് ഇന്ന് ഫ്ലൈയിങ് വീഡിയോ ആണ്. പിന്നെ കൂടെ ഹമ്മദിക്കുണ്ട്, ജുനൈദ് ഉണ്ട്, സത്യദേവ് ഉണ്ട്, ആസിഫ് ഉണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അവനവിടെയാണ്. അപ്പോൾ ഞങ്ങളിത് ഇതൊക്കെ പ്ലെയിൻ, ഇനി ഒരു വലിയ പ്ലെയിൻ കൂടി ഇറക്കാണ്ട്. ഇതേ നമ്മൾ ഇന്നാളിച്ചിട്ട നമ്മുടെ പ്ലെയിൻ, ഇതൊക്കെ ഹമ്മദിക്കയുടെ പ്ലെയിൻസ്, ഇത് സത്യദേവിൻ്റെ പ്ലെയിൻസ്, പിന്നെ അടുത്ത് കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. ഇനിയും 2 മോഡൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, വലിയ മോഡൽ. അപ്പോൾ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഫ്ലൈ ചെയ്യാൻ പോകണം. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ ലാൻഡ് ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം അരക്കപ്പം വെള്ളമുള്ള മറ്റേ പുല്ല് പൊന്തിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഫ്ലൈ ചെയ്യുന്നത്. ക്യാമറകൾ കിട്ടുന്നില്ല. ഇത് ഫ്ലൈ ചെയ്യാൻ പോണത് ഈ 3D പ്ലെയിനാണ് കേട്ടോ. ഇതിങ്ങനെ മറിയും, എന്താ പറയുക, അക്രോബാറ്റിക് അടിക്കുന്ന പ്ലെയിനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അടുത്ത് ഫ്ലൈ ചെയ്തൊക്കെ അങ്ങോട്ട്. അപ്പോൾ കാറ്റ് ആ സൈഡിൽ നിന്ന് കാറ്റ് വരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് ഫസ്റ്റ് പറപ്പിക്കുന്നത്. അപ്പോൾ അപ്പോൾ അതെ ഫസ്റ്റത്തെ ടേക്ക് ഓഫ് കേട്ടോ. ഫസ്റ്റത്തെ നമ്മുടെ അക്രോബാറ്റിക് ഇതിൽ കാണാനില്ല. അതെ അത്യാവശ്യം ഹൈറ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്. കണ്ട കുതിരയുണ്ട്, അടിപൊളിയായിട്ട് ഫ്ലൈ ഉണ്ട് കേട്ടോ. നല്ല സീൻ, അത്യാവശ്യം വിൻഡ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലൈ ഉണ്ട്. അമ്മതൊക്കെയാണ് അത് ഫ്ലൈ ചെയ്യുന്നത്. കണ്ട വീഡിയോ എടുക്കാൻ ഈ ഇതിൽ എവിടെ അത്? ഓയ് ഇത് മീൻ വെള്ളത്തിൽ പോകണമല്ലേ. കാറ്റ് അവിടെ നിന്ന് ഇങ്ങടാ ഇതേ പോണിട്ടാ. ഇവിടുന്ന് സ്പീഡ് കൂടുതലാവും കാറ്റ്. അവിടെ ഇങ്ങനെ വേണ്ട ലാൻഡിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ്റടിച്ചുകൊണ്ടിരിക്കുക. വേണ്ട അതെ എങ്ങനെ നിൽക്കണുണ്ട്. അത് ആ ഒരു മോഡൽ എയർപോലും അതിനുള്ള കാര്യങ്ങളാണ്. അതായത് അക്രോബാറ്റിക് പ്ലെയിൻ അല്ല സെറ്റ്. കാറ്റ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതെ വീഡിയോ എത്ര കാറ്റ് കൊണ്ടുപോകണമെങ്കിൽ രസമായിട്ട്. അത് നമ്മുടെ പ്ലെയിൻ പറക്കുമ്പോൾ എങ്ങനെയാണ് വെച്ചിട്ട് കാറ്റ് പോവുക. പക്ഷെ കാറ്റ് പോവാതെ പേടിക്കണ്ട, അതിങ്ങനെ ആ ലെവലിൽ നിർത്തിട്ട്. ഓയ് പെട്ട ഷോട്ട് കിട്ടി. അടിപൊളി സാധനം കിട്ടി. എന്താ സത്യദേവ് ഇപ്പം പിടിക്കും. കുതിരയ്ക്ക് ഇഷ്ടമായി. കുതിര നല്ല കരച്ചിലറിഞ്ഞ് കുതിരയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ അടുത്ത് ഫ്ലൈ ചെയ്യാൻ പോണത്. അടുത്ത് നമ്മൾ വിൻഡ് ഇട്ടാ, വിൻഡ് നോക്കണം. അപ്പോൾ വിൻഡ് സംഭവം ഇത്തിരി റിസ്ക് ഉണ്ട്. സത്യദേവ് പറപ്പിക്കാൻ പോകണട്ടോ. വെള്ളത്തിൽ പോകുന്നുള്ള പേടിയിൽ നിൽക്കണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമാണേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ട്രെയിലും കിട നീ പോണേ തെങ്ങ് നോപ്പിലിരിക്കുക. നീ ഇവിടെ ഇട്ട് ഓടിക്കറാ. നീ ഇവിടുന്ന് ഫ്ലൈ ചെയ്തിട്ട് അവിടെ വളർത്തി ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടിക്കാൻ പറ്റും നോക്ക്. നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കിക്കോ. അപ്പോൾ നമ്മുടെ നേരത്തിന് എൻ്റെ നെഞ്ചത്തോട്ട് വിടരുത്, എൻ്റെ നെഞ്ചത്തോട്ട് വിടരുത്. 2 ഫോട്ടോഗ്രാഫേഴ്സ്. നല്ല വിൻഡുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ നെഞ്ചത്തേക്ക് അവൻ്റെ ആ കാറ്റും കടാ. അവൻ്റെ മേടിച്ച് ഹമ്മതൊക്കെ പറപ്പിക്കുന്നുണ്ട്. അവനൊരു ടെൻഷൻ. അപ്പം നമ്മൾ ബാക്കിൽ കഴിഞ്ഞു, ഇനി ഫ്രണ്ടിലേക്ക് ജുനൈദിൻ്റെ കയ്യിൽ നിന്നാണ് വിടുന്നത്. അയ്യോ ഫ്ലൈ അടിപൊളിയായിട്ട് ഫ്ലൈ ആയി. കണ്ട അടിപൊളിയായിട്ട് ഫ്ലൈ ആയി വരുന്നുണ്ട്. ഇല്ല അത് വരൂടാ. സെറ്റ് ഫ്ലൈയിങ് വേണ്ട നമ്മുടെ അടുത്തൂടെ. ഓയ് ഇവിടെ ഇറക്കി
അടിപൊളിയായിട്ട് ഫ്ലൈ ഉണ്ട്. നല്ല അറ്റത്തേക്കാണ് ഫ്ലൈ ചെയ്യണത്. കാരണം ചെറുതും അത്രയും ആർപ്പിയും കൂടുതലുള്ള മോട്ടറാണ്. അതുകൊണ്ട് ഭയങ്കര സ്പീഡ് കയറുത്. ഉണ്ടത് ലാൻഡ് ചെയ്യണം കേട്ടോ. ലാൻഡിങ് അവിടെ ലാൻഡ് ചെയ്തു. അടുത്ത പ്ലെയിൻ്റെ വർക്കിലുണ്ട്. അടുത്ത പ്ലെയിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അത് EPP അല്ലേ പറഞ്ഞത്? EPPയിലത്തെ മോഡലാണ് കേട്ടോ അത്. അതെ മോട്ടർ വർക്ക് ചെയ്തു. അയ്യോ സ്മൂത്ത്. ഇല്ല കുഴപ്പമില്ല. അതിൻ്റെ മോട്ടറിൻ്റെ അവിടെ നിന്ന് പ്രൊപ്പല്ലർ ഇതായി ലൂസായി. റബ്ബർ ബാൻഡ് ലൂസായിട്ടുണ്ടാവും. ലോക്ക് ചെയ്തിട്ടുണ്ടാവും റബ്ബർ ബാൻഡ്. അത് ലൂസായിക്കുന്നത് നമുക്കത് അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. റബ്ബർ ബാൻഡ് ലൂസായിക്കണം കണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ സെറ്റ് ചെയ്യുക, റബ്ബർ ബാൻഡ് ടൈറ്റിലിടുക, വീണ്ടും വിടുക. നല്ല അടിപൊളി സ്മൂത്ത് ഫ്ലൈയിങ് ആയിട്ട് കിട്ടുന്നത്. അപ്പോഴേക്കും അടുത്ത പ്ലെയിന് പണി തുടങ്ങിയ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഇഷ്ടംപോലെ പ്ലെയിൻ ഉണ്ട്. ആർക്കട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പറപ്പിക്കാൻ അറിയണവർക്ക്. ഇതേതാ പ്ലെയിൻ? ഇതിൻ്റെ പേരൊന്നുമില്ലേ? എക്സ്ട്രീം ലാൻഡിങ് ഗെയിം കളിച്ചിട്ടുണ്ടാ. ഗ്രൂവായത് ശരിക്കും ഗ്രൂവ് ബാൽസ് ഔട്ട്. അടുത്ത ബാൽസ് ഔട്ടിൻ്റെ പ്ലെയിനാണ് കേട്ടോ. ചെക്കിങ് കാര്യങ്ങളൊക്കെ സെറ്റായി. റേഷ്യോ കുറച്ചിടണം. കാരണം അല്ലെങ്കിൽ തൊടുമ്പോഴേക്കും തിരിഞ്ഞു പോകും. അപ്പോൾ റേഷ്യോസ് കുറച്ചിടും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്ലൈ ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ ഇത് കളിക്കണം കേട്ടോ. പ്ലെയിനായിട്ട് ഉരുട്ടി കളിക്കടാ. അപ്പോഴേക്കും എടുത്ത് നോക്കി ഇത് ഉരുട്ടി കളിക്കാന്ന് പറയുമ്പോഴേക്കും ഉരുട്ടി നോക്കി. പിന്നെ ഇത് കാറാന്ന് വിചാരിച്ച് പ്ലെയിൻ കൊണ്ട് വേണമെന്ന്. അപ്പോൾ അതെ ഇനി ഇവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് പിന്നെയും ക്രിക്കറ്റ് കളിക്കുന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നു. ക്രിക്കറ്റാണ് എന്താ കളിക്കാമെന്ന് അറിയില്ല. ചെറിയൊരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ആ പ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതിപ്പോൾ സത്യദേവാണോ പറഞ്ഞത് പ്ലെയിനാണോ പറഞ്ഞതെന്ന് അറിയില്ല. സത്യദേവ് മുന്നിൽ ക്യാമറ മുന്നിലൂടെ ഓടിപ്പോയി. ഇതിൽ കാണാനില്ലല്ലോ. പ്ലെയിനോടെ അതേ വരുന്നു പ്ലെയിൻ. നല്ല സ്മൂത്തായിട്ട് ഫ്ലൈ ആവുണ്ടല്ലോ. അടിപൊളിയായിട്ട് ഇതിൽ കാണണ്ട. ഇതിൽ കാണാനില്ലല്ലോ. ആശിപ്പേ നിന്റെ കാണണ്ട. ഓൻ ഷോർട്ട് വീഡിയോ മാത്രം ലാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞോളൂട്ടാ. അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് കയറ്റിയിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിൽ ക്യാമറയിൽ കാണുമോന്ന് തന്നെ എനിക്കറിയില്ല. കാരണം എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് മനസ്സിലാവില്ല. അതാ അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് കണ്ട നമ്മുടെ ലാൻഡിങ് വരുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് ആവും ലാൻഡിങ് വരും. അതായത് അവിടെയാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതായത് വരുന്നു കേട്ടോ. സ്ട്രൈറ്റ് വരുന്നുണ്ട്. കണ്ടോ അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കൊട്ട ഫ്ലൈങ്. അത് ബാൽസ് ഔട്ടിലത്തെ പ്ലെയിനാണ് കേട്ടോ. എനിക്കിത് പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്നത്. അത് നമ്മൾ മേക്ക് ചെയ്യുന്നതും റെഡിമെയ്ഡ് വാങ്ങുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻ്റ് ഉള്ളത്. ഇങ്ങനെ ഫ്ലൈയിങ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ക സ്റ്റെബിലിറ്റി ആയിരിക്കും. ഇവിടെ ലാൻഡ് ചെയ്യണേ? ഓക്കെ ഇവിടെ ലാൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതെ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ലാൻഡിങ്. ഒക്കെ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ പക്ക ലാൻഡിങ്. ആശിപ്പിന് മേത്ത് ഇടിക്കുന്നു ചോദിച്ചു. വണ്ടി പോട്ടെ. ചിലപ്പോൾ ലെഫ്റ്റിക്ക് വരും. വണ്ടി പോട്ടെ. സൂം ചെയ്യാൻ പറ്റില്ല. ഇത് ആടുണ്ട് ലെഫ്റ്റ് ആടുണ്ട്. ഞാൻ കൺട്രോൾ ഇതിൽ കൺട്രോൾ ചെയ്യാം. കുറച്ച് സ്പീഡ് വർക്ക് റൈറ്റ് സ്പീഡ് വർക്ക്. അയ്യോ കണ്ണടിച്ചു. ത്രോട്ടൽ വർക്ക് ഓക്കെ. പിന്നെ അതിന്റെ വിങ് ഇതാകുന്നുണ്ട്, വളയുന്നുണ്ട്. പൊട്ടിക്കരുത്. ഇങ്ങോട്ട് ഒന്ന് ലാൻഡ് ചെയ്ത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇത് ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത് ഗോപ്രോയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിഞ്ഞ് ഓരോ പ്ലെയിൻ, അതായത് ആ പ്ലെയിനൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ പ്ലെയിൻ കൂടി ഇറക്കാണ്ട്. അപ്പോൾ അതും കൂടി ഫ്ലൈ ചെയ്യാൻ പോടാ. നമ്മുടെ സെസ്ന വലുത്. ഇതിന് മുമ്പ് നമ്മളിത് ഫ്ലൈ ചെയ്യുന്നത് ഇട്ടിട്ടൊക്കെ ഉണ്ട്. ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് ഞാൻ വേഗം തിരിക്കാം. ജുനൈദിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാം എടുക്കണ്ടോ അതിന്? ക്യാമറ സെസ്ന 170 സെസ്ന. അത് ഞാൻ എടുക്കാം.
ഇനിയല്ലോ ഉണ്ടല്ലേ? അപ്പോൾ ഇനി ഫ്ലൈ ചെയ്യാൻ പോണത് ഈ വലിയ പ്ലെയിനാണ് കേട്ടോ. അപ്പം ഇത് പിടയ്ക്കാൻ പോകണം കേട്ടോ ഇവിടെ. ഇതിൽ റൺ ക്യാമറ വയ്ക്കുമ്പോൾ നമുക്ക് മുകളിലത്തെ വിഷിൽ അത് ഫ്ലൈ ചെയ്യുന്ന വിഷിൽ അത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇതിന് ഏകദേശം എത്ര പ്രൈസ് ഉണ്ട് അർജുന? ഇത് 7,000 രൂപ. ചെറിയ സാധനം 7,000 രൂപ ഉള്ളൂ. അപ്പോൾ അത് ഇനി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടോ. അതിൻ്റെ കൺട്രോൾ സർഫസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൊപ്പല്ലർ കറക്റ്റ് അതൊക്കെ വർക്ക് ചെയ്യണമെന്ന് നോക്കുന്നുണ്ടോ. അപ്പോൾ പ്രൊപ്പല്ലറും നമ്മളിത് ഫ്ലൈ ചെയ്യാൻ നമ്മുടെ ട്രാക്കിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ, പോവുകയാണ്. കാണുന്നുണ്ട് ഉണ്ടാക്കണ്ട വലുത് ഉണ്ടാക്കാറ ഇതുണ്ടാക്കാം. എത്ര വേണ്ടത്? റെക്കോർഡായി കൊണ്ടിരിക്കും. അപ്പോൾ അതെ നമ്മുടെ കുഞ്ഞു ട്രാക്കിൽ കൊണ്ട് വെച്ചേക്കണം സെസ്ന 170. അപ്പോൾ അതെ ഇത് പറപ്പിക്കാൻ പോവാണ് കേട്ടോ. ഞാനിത് ബാക്കിൽ നിൽക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്നിട്ടില്ല, ഓടാൻ റെഡി ആയിട്ട് നിൽക്കണം അതിൻ്റെ പിന്നാലെ. അപ്പോൾ ആൾ ഹമ്മദ്ക്ക് അവിടെ നിന്ന് പറപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആരോടെ എടുത്തിട്ട് എന്നെ തട്ടിയിട്ട് എടുത്തിട്ട് ഇനി മുന്നിയോട് കൂടി തട്ടിയിട്ട് അടിക്കട്ടെ. അതേ പോണു. ഓ കാറ്റ് സ്റ്റെബിലിറ്റി സ്റ്റാർട്ടിങ് നല്ല കാറ്റിനോട് സേഫ് ആയില്ലേ? ഇപ്പോൾ സ്റ്റെബിലിറ്റി ആയാ? ആദ്യം കാറ്റ് അവിടെ നിന്ന് അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു ഫസ്റ്റ് സ്റ്റെബിലിറ്റി ഇട്ടില്ല. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഫ്ലൈ ആവുന്നുണ്ട് കേട്ടോ. ആളം മഞ്ഞ പോണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് കിട്ടാം. ഓണൊക്കെ അല്ല, പിന്നെ ഹമ്മദ്ക്ക് ഖത്തറിലേക്ക് തിരിച്ച് പോകണം. അപ്പോൾ അതിന് മുമ്പ് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്തു. ഞങ്ങളെല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഈ ഹോബിക്കാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കണ്ണൂർ വരെ അല്ല വടകര വരെ എന്നൊക്കെ പറഞ്ഞ് ചിലവർക്കൊന്നും എനിക്ക് മെൻറ്റില്ലെന്ന്. പക്ഷേ ഇതേപോലെ കുറേ മെൻറ്റിലുള്ളവരാണ് ഇതൊക്കെ. അതൊക്കെ ഒരു രസമാണ്. അല്ല ഡോണിയെ ഇഷ്ടമായ ഇതിന് മുമ്പ് പ്ലെയിൻ പറപ്പിക്കുന്നുണ്ടല്ലേ ചെറുത്? ഇല്ലല്ലേ? ആദ്യമായിട്ട് കണ്ട നീ ധൈര്യമായിട്ട് വർത്താനം പറഞ്ഞടാ. എന്താണ് പേടിക്കണേ? ഇതിന് പേടിക്കണേ? ഉറക്കെ പറയാ ഇല്ലേ? നീ നിൽക്കടാ അങ്ങനെയല്ലേ? അപ്പോൾ അടിപൊളിയായിട്ടാ. ജുനൈദ് വന്നിട്ട്, സത്യദേവ് വന്നിട്ടുണ്ട്, ആസിഫ് വന്നിട്ടുണ്ട്. നീ എവിടെയാണെന്നടാ? മുസംബിയ എന്തത്? മുസ്മൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് ബീച്ച് അടുത്തുന്നുള്ളൂ. നല്ലതാടാ. അപ്പോൾ ഹമ്മദൊക്കെ കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകണുണ്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ടാറ്റ എന്നിട്ട് അപ്പോൾ ബൈ. ഇതിൽ കാണുന്നില്ല, കയ്യെത്തല്ല. ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.